ഹലോ ഗെയ്സ്, പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണെന്ന്. ഞങ്ങളുടെ വീട്ടിലെ അമ്മക്ക് ആദ്യം അടുപ്പ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് ഗ്യാസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീനിൽ പടവലിട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്താ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഞാൻ തോല് പൊളിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ, നമ്മൾ ചിലതിൻ്റെ തലക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ ഈ ഭാഗത്ത് ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ, അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാ ചെമ്മീനും നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ ചെറിയൊരു പടവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൻ്റെ മേലത്തെ ഈ തോലൊക്കെ ഒന്ന് ചുരണ്ടിപ്പോക്കുക. എന്നിട്ട് നമ്മളിത് ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കുരുക്കെ ഒഴിവാക്കാൻ. ആ പടവല ഞാനിതാ മൊത്തത്തിൽ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ കേട്ടോ. മാങ്ങയൊക്കെ ഞാനിതാ കുറച്ച് തോലൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് കഴിച്ചു കിട്ടോ. കുറച്ചൊരു മധുരമുള്ള പോലെ ഉണ്ട് കേട്ടോ, കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പുളിയും കൂടെ ഒഴിക്കേണ്ടി വരും കേട്ടോ. മാങ്ങ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ പച്ചമുളകും മാങ്ങയും പടവലയും തക്കാളിയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്, ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി കറിക്ക് വേണ്ട ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാങ്ങ നല്ല പുളിയില്ലാത്തത് കൊണ്ട് ചെറിയൊരു പുളീൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ പുളിയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ട് പുളി ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ നമ്മൾ സാധാ ഈ പുളി ഇടേണ്ട ആവശ്യമേ ഇല്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്യട്ടോ. കറിക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഞാൻ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം അത് വേവിച്ചെടുക്കണേ. അപ്പോഴേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ചിരകിയെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു അരമുറി തേങ്ങ ഒക്കെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 സ്പൂണോളൊക്കെ ഉണ്ടാവുക. ഇനി ഒരു 5-6 ചോള ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു പീസ് ഇഞ്ചി ഈ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇനി നമുക്കിത് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആവാനായി. കറി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. പടവലൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്, ചെമ്മീനും. ഇനി ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക.
വെള്ളമൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ കറി ഇത് നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കുക. കറി വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം 1/2 സ്പൂണ് കടുക്, ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചൂടോടെ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പടവലിയും ചെമ്മീനും ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും പടവലി ഇട്ട് ഒരുമിച്ച് കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ഉച്ചത്തെ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഈ കറി നമ്മുടെ സാധാ അരിപ്പൊട്ടില്ല, അതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് തോനെ കറി കൂട്ടി ചോറ് കഴിക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് തോരനുണ്ട് കേട്ടോ, പയറിൻ്റെ തോരനാണ്. പിന്നെ ചെമ്മീൻ വെറുതെ പൊരിച്ചിട്ട് കുറച്ച് ഉള്ളി അതിൻ്റെ മേലെ വെതറിയിട്ടിട്ട് ഉള്ള റോസ്റ്റാണ് കേട്ടോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ചെമ്മീനും പടവലിയും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.